കാഞ്ചീപുരത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും വരേണ്ട ഒരു ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അരുൾമുഖു ശ്രീ വരദരാജ പെരുമാൾ ക്ഷേത്രം 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. പ്രശസ്ത പണ്ഡിതനായ രാമാനുജൻ താമസിച്ചിരുന്ന ക്ഷേത്രവും പരിസരമൊക്കെ കൂടിയാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 40 വർഷത്തിലൊരിക്കൽ മാത്രം ദർശനം തരുന്ന അത്തിപ്പെരുമാൾ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോട്ടാണ് നാം പോകുന്നത്. കാഞ്ചീപുരത്ത് പ്രധാനമായും കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങളുടെ 5ാമത്തെ പാർട്ടാണിത്. എല്ലാവർക്കും സ്വാഗതം. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും ദർശന രീതികളും ഐതിഹ്യവും പൂജ സമയമൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവൻ കാണാം, അഭിപ്രായങ്ങൾ പറയാ. കാഞ്ചീപുരത്തെ ഹിഡൻ ടെമ്പിൾസും പിന്നെ എല്ലാ ക്ഷേത്രങ്ങളും കാണേണ്ട ക്രമവും മറ്റു പ്രധാന സ്ഥലങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നതാണ്. സ്റ്റേ ട്യൂൺ. അപ്പോൾ പടിഞ്ഞാറ് ഗോപുരത്തിന്റെ ഭാഗത്തേക്കൂടെയാണ് നമ്മൾ വരേണ്ടത്. അതാണ് പ്രധാന കവാടം. നേരത്തെ കാണിച്ചതാണ് പടിഞ്ഞാറേ ഗോപുരം. പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം വാഹനങ്ങൾ ഒരു 800 മീറ്റർ അപ്പുറം മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് നടന്നിട്ട് വേണം ഇവിടേക്ക് വരാനായിട്ട്. മറ്റ് നടകളിലും ചെയ്യാൻ പറ്റും, പക്ഷേ ക്ഷേത്രം അതിൻ്റെതായ രീതിയിൽ ആസ്വദിച്ചു തുടങ്ങി ഈ രീതിയിൽ വരണം. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വാഹനം പാർക്ക് ചെയ്ത് പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട് പടിഞ്ഞാറേ നടയുടെ ഭാഗത്ത്. അവിടെ പാർക്ക് ചെയ്ത് ഒരു ഓട്ടോ വഴി വേറെ ഗോപുരത്തിന്റെ സൈഡിൽ കൂടെയും നിങ്ങൾക്ക് വരാവുന്നതാണ്. നമ്മൾ നടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു പുഷ്കരണി കാണാം. അതിന്റെ അപ്പുറത്ത് ഒരു നേരത്തെ കാണിച്ചുള്ള ഒരു 100 മണ്ഡപം കാണാം. 100 തൂൺ മണ്ഡപം 5 രൂപ കൊടുത്താൽ കയറാൻ പറ്റുന്നത്. ഇതാണ് പുഷ്കരണി. ഈ പുഷ്കരണിയുടെ അവിടെയാണ് ആ പ്രധാന ശ്രീകോവിൽ അത്തിമരത്തിൽ പ്രതിഷ്ഠയുള്ള പ്രധാന പ്രതിഷ്ഠയാണ് ആ ഒരു ഗോപുരം ഉള്ളത്. അതിന്റെ പുറകിലായിട്ട് നമുക്ക് ഒരു നരസിംഹമൂർത്തിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ഇത് ഈ കാണുന്ന ഭാഗം. നിങ്ങൾക്ക് പ്രധാന ശ്രീകോവിലിന്റെ ഉള്ളിൽ കടന്ന് ആ വഴിക്കൂടെയും വരാം, അല്ലെങ്കിൽ ഈ പുഷ്കരണിയുടെ ജസ്റ്റ് പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ട് എത്താം. നരസിംഹമൂർത്തിയുടെ അവിടുത്തെ ഒരു നരസിംഹമൂർത്തിയുടെ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒരു മുഖംമൂടിയുണ്ട്. ആ മുഖംമൂടിയുടെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് നിഗൂഢ എന്ന് പറയുന്നു. വിശദീകരിക്കാനാവാത്ത ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് ആ മൂർത്തിനെ. അപ്പൊ ആ ഭാഗത്തെ കൂടെയും കയറാം, അല്ലെങ്കിൽ പ്രധാന ശ്രീകോവിലിന്റെ ഉള്ളിൽ കയറി അതിന്റെ പുറകിലായിട്ട് വരും ഈ നരസിംഹമൂർത്തിയുടെ ക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നെ പടിഞ്ഞാറ് ഗോപുരം വഴി തന്നെ വരാൻ നോക്കുക. പിന്നെ പുഷ്കരണിയുടെ ഭാഗത്തുള്ള അത്തിമരത്തിൽ പ്രതിഷ്ഠിച്ച വിഷ്ണു പെരുമാളിന്റെ ദർശനം 40 വർഷത്തിലൊരിക്കലേ പറ്റുള്ളൂ. അവസാനമായിട്ട് നടന്നത് 2019-ലാണ്. ഇനി നടക്കാൻ പോകുന്നത് 2059-ലാണ്. അപ്പോൾ ഉണ്ടയിൽ കാണാം. അപ്പൊ അതിന്റെ ഐതിഹ്യമുണ്ട്, അത് ഞാൻ പറയുന്നതാണ്. പിന്നെ ഈ അത്തിമരം കൊണ്ട് നിർമ്മിച്ച വരദരാജസ്വാമിയുടെ തടി പ്രതിമ രഹസ്യ അറയിൽ വെള്ളത്തിനടിയിലായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് 40 വർഷത്തിലൊരിക്കലാണ് ആരാധനയ്ക്കായിട്ട്, ഈ ഒരു ഭാഗത്താണ് 40 വർഷത്തിലൊരിക്കലാണ് ആരാധനയ്ക്കായിട്ട് പുറത്തെടുക്കുന്നത്. 48 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. 2019-ലായിരുന്നു. അതിനുശേഷം അത് വെള്ളത്തിൽ മുക്കി അടുത്ത 40 വർഷത്തേക്ക് സൂക്ഷിക്കും. വിഗ്രഹം ടാങ്ക് നിറക്കാൻ മുക്കിയ ശേഷം കനത്ത മഴ പെയ്യുമെന്നൊരു വിശ്വാസം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നിൽക്കുന്ന ഭാവത്തിൽ ഗ്രാനൈറ്റ് കൊണ്ട് 3 മീറ്റർ ഉയരത്തിലുള്ള വിഗ്രഹമാണ് കേട്ടോ അതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അത് കൂടാണ്ട് ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഭാവത്തിലുള്ള നമുക്ക് ദർശനം തരുന്ന, പല സമയങ്ങളിൽ തരുന്ന പ്രതിഷ്ഠയുണ്ട്. വിഷ്ണു പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇവിടുത്തെ വിഷ്ണു വരദരാജ പെരുമാളുടെയാണ് പ്രധാന, ഞാൻ പറഞ്ഞ അത്തിമരത്തിലുള്ള പ്രധാന പ്രതിഷ്ഠ അതാണ്. അങ്ങനെ ക്ഷേത്രത്തിന്റെ ഉള്ളോട്ട് പോകുന്നതിന് മുമ്പ് ഈ കാണുന്ന 100 തൂണുകളുള്ള മണ്ഡപം അത് 5 രൂപ കൊടുത്ത, പക്ഷെ അത് 11 മണിക്ക് മുന്നേ അടയ്ക്കും. അത് നേരത്തെ വന്നാലേ അത് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ശ്രീകോവിലുള്ള ഭാഗത്തോട്ട് നടക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ശ്രീരാമസ്വാമിയുടെ ഒരു കോവിൽ കാണാം. അത് കഴിഞ്ഞ് ദേവിയുടെ പെരുദേവി തയ്യാർ ലക്ഷ്മി ദേവിയുടെ ഒരു കോവിലുണ്ട്. ദേവിയെ തൊഴുതിട്ടാണ് ഇങ്ങോട്ട് കയറണം എന്ന് പറയാ. ഒരുപാട് ഭാഗത്ത് ഇങ്ങനത്തെ ഓരോ ലിപികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദേവിയെ തൊഴുതിട്ടാണ് വിഷ്ണു പെരുമാളിനുള്ളിൽ വിഷ്ണു പെരുമാളിന്റെ വിഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞത് പുറത്തുള്ളത് അത്തിപ്പെരുമാൾ പ്രതിഷ്ഠേനെ പറ്റിയിട്ടാണ്. ഉള്ളിലുണ്ട് പ്രതിഷ്ഠ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ സവിശേഷതകൾ. പിന്നെ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിനുള്ള പല ഭാവത്തിലാണ് ദർശനം തരുന്ന വിഷ്ണു പെരുമാൾ ഉള്ളത്. ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം തൊഴുതു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്നും 2ാം പ്രാവശ്യം വൈകുണ്ഠ പദവി, 3ാം പ്രാവശ്യം നീണ്ട ആയുർബലം ഉള്ളവർക്ക് മാത്രമേ ഇവിടെ തൊഴാൻ സാധിക്കൂ എന്നൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഈ ശ്രീകോവിലിൽ പ്രസാദമായിട്ട് കിട്ടുന്ന ഇഡ്ഡലിയും പ്രശസ്തമാണ്. നമ്മൾ വന്ന പടിഞ്ഞാറേ ഗോപുരത്തിന്റെ ആ ഭാഗത്തു നിന്ന് തന്നെയാണ്. അതിന് ലാസ്റ്റ് കാണിക്കുന്നതാണ്.
ഒരുപാട് കൊത്തുപണികൾ കാണാം. എവിടെ നോക്കിയാലും കൊത്തുപണികളും തൂണുകളൊക്കെയാണ് കാണുന്നത്. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിത്തരുന്ന ആളായതുകൊണ്ടാണ് വരദാർ എന്ന് ഇവിടുത്തെ വിഷ്ണു ഭഗവാനെ വിളിക്കുന്നത്. പിന്നെ ക്ഷേത്രത്തിലോട്ട് വരുമ്പോൾ ഒരു 10 മണിക്കെങ്കിലും മുന്നേ എത്താൻ നോക്കുക. കാരണം ഇവിടുത്തെ പല ഭാഗങ്ങളും നേരത്തെ അടയ്ക്കുന്നതാണ്. നമ്മൾ പുറത്ത് പടിഞ്ഞാറ് ഗോപുരത്തും കടക്കുമ്പോൾ പുഷ്കരനെ അടുത്തുള്ള 100 തൂൺ മണ്ഡപം പെട്ടെന്ന് അടച്ചു. നമ്മൾ തിരിച്ചു വരുമ്പോൾ കയറാൻ പറ്റിയില്ല. പിന്നെ 108 വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം വിഷ്ണു കാഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഉള്ളത്. പ്രധാനമായും തമിഴ്നാട്ടിലെ ശ്രീരംഗപട്ടണ ക്ഷേത്രം കേട്ടിട്ടുണ്ടാവും, തൊഴുതിട്ടുണ്ടാവും പലരും. അവിടെ തൊഴുതാൽ കോവിൽ ദർശനത്തിനും പിന്നെ ആന്ധ്രയിലെ തിരുമല ദർശനത്തിനുള്ളതാണെന്നും ഈ വരദരാജ പെരുമാൾ ക്ഷേത്രം തൊഴുതാൽ വൈകുണ്ഠ പദവിയും കൂടി, ഈ 3 ക്ഷേത്രം തൊഴുതാലാണ് ആ ഒരു വൈകുണ്ഠ പദവി കിട്ടുള്ളൂ എന്നൊരു വിശ്വാസം ഉണ്ട് കേട്ടോ. നമ്മൾ നേരെ ഫസ്റ്റ് ദേവീനെ തൊഴുത് പിന്നെ അതിന്റെ പുറകിലാണ് ഞാൻ പറഞ്ഞ നരസിംഹ പ്രതിഷ്ഠയുള്ളത്. വളരെയധികം ശക്തിയുള്ളൊരു പ്രതിഷ്ഠയാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രദക്ഷിണമൊക്കെ ചെയ്ത് നമ്മൾ മെയിൻ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. ഉള്ളിലത്തെ വിഷ്വൽസ് ഞാൻ എടുത്തിട്ടില്ല. മറ്റൊരു പ്രത്യേകത, ഹിന്ദു തത്വചിന്തകനായ രാമാനുജർ ഇവിടെ താമസിച്ചിരുന്നതായിട്ട് പറയുന്നു കേട്ടോ. ഈ ക്ഷേത്രത്തിൽ കയറുമ്പോൾ ശ്രീകോവിൽ ദർശനത്തിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ പല്ലിയുടെ ഒരു ദർശനമായിട്ട് മറ്റൊരു ക്യൂ കാണാം. ഈ ഭാഗത്ത് കൂടെ ആണ് ലാസ്റ്റ് ഇറങ്ങി വരാം. അതിന് മുന്നേ നമുക്ക് പല്ലിയുടെ ഒരു ദർശനം ഉണ്ട്. അവിടുത്തെ വീഡിയോയും ഞാൻ എടുത്തിട്ടില്ല. ഒരുപാട് ആ ഭാഗത്ത് ഒരുപാട് ചിത്രപ്പണികൾ കാണാൻ ചുമരിലൊക്കെ. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളും കൂടി ഈ ഒരു ഭക്തിയോടൊപ്പം തന്നെ ആസ്വദിക്കുക. പിന്നെ ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, ദേവന്മാരുടെ ഈ പല്ലിയുടെ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് എല്ലാവർക്കും കൗതുകം ഉണ്ടാവും. അതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനെ ആനയായി മാറാൻ സരസ്വതി ശപിക്കുന്നു. വിഷ്ണുവിന്റെ ആ ഒരു ദിവ്യ ശക്തിയിൽ ആനയുടെ രൂപത്തിലുള്ള ഹസ്തഗിരി പർവ്വതമായി മാറിയ ഇന്ദ്രന് അങ്ങനെ ശാപമുക്തി കിട്ടാണ്. അപ്പൊ ഇന്ദ്രന് വിഷ്ണുവിന്റെ ശക്തിയാൽ ശാപമുക്തനായി ആ പരീക്ഷണത്തിൽ അന്ന് സാക്ഷികളായ വെള്ളിയും സ്വർണവുമായ പല്ലികളെ ഇന്ദ്രദേവനാണ് ഈ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു പ്രതിഷ്ഠയുണ്ട്. പ്രധാന ശ്രീകോവിൽ ദർശനം കഴിഞ്ഞ് വരുമ്പോൾ അത്തരത്തിലൊരു പ്രതിഷ്ഠ കാണാം. ആ പ്രദക്ഷിണ വഴിയാനത് മറ്റൊരു 1000 തൂണുള്ള ഒരു മണ്ഡപമാണ്. 1000 കാൽ മണ്ഡപം എന്നാണ് പറയുന്നത്. എല്ലാ മണ്ഡപങ്ങളും കൂടിയിട്ടായിരിക്കാം 1000 എന്നൊരു പേര് പറയുന്നത്. പക്ഷെ പ്രധാനമായും ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഭാഗത്ത് 1000 കൽമണ്ഡപം എന്നാണ് പറയുന്നത്. പിന്നെ നേരത്തെ വരാൻ നോക്കി, ഇതാണ് ആ ഒരു ക്യൂവിന്റെ ഭാഗം. ഇനി അത്തിപ്പെരുമാളിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, ഒരിക്കൽ ബ്രഹ്മാവിന് മഹാവിഷ്ണുവിനെ സുദർശന ശ്രീചക്ര രൂപത്തിൽ ദർശനം കിട്ടണമെന്ന് ആഗ്രഹം തോന്നി. അപ്പൊ യാഗം നടത്തിയപ്പോഴൊക്കെ പുഷ്കരണി രൂപം പോലെയുള്ള മറ്റ് ഭാവങ്ങളിലാണ് വിഷ്ണു ഭഗവാന്റെ ദർശനം ബ്രഹ്മാവിന് കിട്ടിയത്. അപ്പൊ അതിൽ സംതൃപ്തനാകാതെ വന്നപ്പോൾ ഒരു അശരീരി കേട്ടു അദ്ദേഹം വിഷ്ണു ഭഗവാന്റെ, അതായത് 100 അശ്വമേധ യാഗം നടത്തിയാൽ മതിയെന്ന്. 100 അശ്വമേധ യാഗം നടത്തണമെങ്കിൽ സമയം പിടിക്കും. അതിന് പകരമായിട്ട് ഈ കാണുന്ന ഇവിടത്തെ കാഞ്ചിയിൽ വന്നിട്ട് ഒരു യാഗം നടത്തിയാൽ അത് 100 യാഗത്തിന്റെ ഫലം കിട്ടുമെന്ന് പറഞ്ഞ് അദ്ദേഹം യാഗം നടത്താണ്. പക്ഷെ ആ സമയത്ത് അന്ന് ബ്രഹ്മാവിനോട് പിണങ്ങിയിരുന്ന ഭാര്യ സരസ്വതി ദേവി വേഗാവതി നദിയായി ഒഴുകി വന്ന് യാഗം മുടക്കാൻ നോക്കിയപ്പോൾ ക്ഷേത്രദേവനായ വിഷ്ണു ഒഴുക്ക് തടയാൻ സ്വയം കടന്നിട്ട് അങ്ങനെ ആ യാഗം വിജയകരമാക്കി തീർത്തു എന്നാണ് പറയുന്നത്. അന്ന് അത്തിമരത്തിനുള്ളിൽ വരദരാജസ്വാമിയായി 1000 സൂര്യന്മാരുടെ തേജസ് ോടുകൂടി വിഷ്ണു ഭഗവാൻ ദർശനം കൊടുത്തു എന്നാണ് പറയുന്നത്. ചോള, പാണ്ഡ്യ, ഹൊയ്സാല തുടങ്ങിയ രാജവംശങ്ങളുടെ കാലത്തൊക്കെ ഇവിടുത്തെ കൊത്തുപണികളും ശില്പങ്ങളും അവരുടെയൊക്കെ സംഭാവനയുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിന്. പിന്നെ മുഗൾ ആക്രമണ കാലത്ത് ഇവിടെ കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അന്തിപ്പെരുമാൾ വിഗ്രഹം മറച്ചു വെച്ചുവെന്നും പിന്നീട് ടാങ്ക് ശൂന്യമായപ്പോൾ ഇത് കണ്ടുവെന്നും പിന്നീടാണ് 40 വർഷത്തിനുള്ളിലുള്ള ഒരു ആരാധന സമ്പ്രദായം ഇവിടെ കൊണ്ടുവന്നതെന്നും പറയപ്പെടുന്നു. അപ്പൊ കാഞ്ചീപുരത്തെ ഏറ്റവും വലിയ വിസ്തീർണമുള്ള ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്ന ക്ഷേത്രം. തീർച്ചയായിട്ടും വരാം. പിന്നെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കാഞ്ചീപുരം റെയിൽവേ സ്റ്റേഷനാണ്. ചെന്നൈ, ബാംഗ്ലൂർ റൂട്ടിലോട്ടൊക്കെ പ്രധാന ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഉണ്ട്. കാഞ്ചീപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് 4 കിലോമീറ്ററാണ് ഈ സ്റ്റേഷനിലോട്ട് ഉള്ളത്. തീർച്ചയായിട്ടും എൻ്റെ അടുത്ത ഭാഗത്തിൽ എല്ലാ കാര്യങ്ങളും കാഞ്ചീപുരത്തെ അത് വേറെ ടൂറിസ്റ്റ് പ്ലേസുകളും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന വീഡിയോ എൻ്റെ അടുത്ത വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കാണാൻ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഇഡ്ഡലി, കോവിൽ ഇഡ്ഡലി. 6 മണിക്കൂർ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത്രയ്ക്ക് സോഫ്റ്റും അല്ല ഹാർഡും അല്ലാത്ത ഒരു ഇഡ്ഡലിയാണ്. തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും ഇത് എക്സ്പ്ലോർ ചെയ്യുക. ഇഡ്ഡലി മെയിനായിട്ട് ഈ ഒരു വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലാണ് ഇഡ്ഡലി കിട്ടുന്നത്. പച്ചമുളകും കുരുമുളകും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ അത്ര വാവൊന്നും പറയാനില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് കറികളൊന്നും ഇല്ലാണ്ട് എനിക്ക് ഫുള്ളായിട്ട് ഈ ഇഡ്ഡലിയും ദോശയൊന്നും കഴിക്കാൻ പറ്റില്ല. എന്നാലും നല്ല ടേസ്റ്റി തന്നെയാണ്. പക്ഷെ അത്ര വാവൊന്നുമല്ല. പക്ഷെ തീർച്ചയായിട്ടും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. പാഴ്സലും കിട്ടും നിങ്ങൾക്ക്. ഒരു സ്പെഷ്യൽ ഇഡ്ഡലി തന്നെയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.